വർഷം 1897. അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയയിലെ മഞ്ഞുമൂടിയ മലനിരകൾ. അവിടെയുള്ള ഗ്രീൻ ബ്രിയർ എന്ന ഗ്രാമത്തെ നടുക്കിയ ഒരു മരണം നടന്നു. എൽവ സോണ ഹീസ്റ്റർ എന്ന സുന്ദരിയായ യുവതി തൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. അവളുടെ ഭർത്താവ് ട്രൗട്ട് ഷൂ ആകെ തകർന്നു പോയിരുന്നു. സോണയുടെ മൃതദേഹത്തിനരികിൽ നിന്നു മാറാൻ അയാൾ കൂട്ടാക്കിയില്ല. വലിയൊരു സ്കാർപ്പ് കൊണ്ട് അവളുടെ കഴുത്ത് അയാൾ മുറുക്കി കെട്ടിയിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമാണിത് എന്നായിരുന്നു അയാളുടെ മറുപടി. എല്ലാവരും വിശ്വസിച്ചു അതൊരു സ്വാഭാവിക മരണമെന്ന്. സോണ അങ്ങനെ മണ്ണടിഞ്ഞു. പക്ഷേ ആ മണ്ണ് അധികകാലം ആ രഹസ്യത്തെ മൂടിവെച്ചില്ല. മകൾ മരിച്ച 4-ാം നാൾ അവളുടെ അമ്മ മേരി ജെയിൻ ഹീസ്റ്റർ അവളുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. ഇരുട്ടിൽ നിന്നും ഒരു രൂപം തെളിഞ്ഞു വന്നു. അത് സോണയായിരുന്നു. പേടിച്ചു വിറച്ച അമ്മയ്ക്ക് മുന്നിൽ ആ രൂപം തൻ്റെ കഴുത്ത് പതുക്കെ തിരിച്ചു കാണിച്ചു. ആ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. അമ്മേ, അയാൾ എന്നെ കൊന്നതാണ്. മാംസം പാകം ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് അയാൾ എൻ്റെ കഴുത്ത് ഞെരിച്ചൊടിച്ചു. ആ പ്രേതം 4 രാത്രികൾ തുടർച്ചയായി വന്ന് ആ കൊലപാതകത്തിൻ്റെ ഭീകരത വിവരിച്ചു. അമ്മയുടെ വെളിപ്പെടുത്തലിൽ അധികൃതർ ശവക്കല്ലറ തുറന്നു. ലോകം ഞെട്ടിപ്പോയി. പ്രേതം പറഞ്ഞതുപോലെ തന്നെ സോണയുടെ കഴുത്തിലെ അസ്ഥികൾ തകർന്നിരുന്നു. സ്വന്തം കൊലപാതകിയെ പിടികൂടാൻ മരണാനന്തര ലോകത്തു നിന്നും ഒരു പെൺകുട്ടി തിരിച്ചു വന്ന ചരിത്രത്തിലെ ഏക കേസ്. ഈ കേസിൽ എങ്ങനെയാണ് ഒരു പ്രേതം സാക്ഷി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും നൽകുന്ന വിശദീകരണം ഇതാണ്. 1. സോണയുടെ ഭർത്താവ് ട്രൗട്ട് ഷൂവിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മേരി ജെയിൻ തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു. മൃതദേഹം പരിശോധിക്കാൻ അയാൾ ആരെയും അനുവദിക്കാതിരുന്നതും കഴുത്തിൽ സ്കാർഫ് കെട്ടിയതും ആ സംശയം വർദ്ധിപ്പിച്ചു. 2. തൻ്റെ മകൾ കൊല്ലപ്പെട്ടതാകാമെന്ന തീവ്രമായ ചിന്ത മേരി ജെയിൻ്റെ ഉപബോധ മനസ്സിൽ ഉറച്ചുപോയി. ഉറക്കത്തിലും ഉണർവിലും ഇടയിലുള്ള ലൂസിഡ് ഡ്രീംസ് അല്ലെങ്കിൽ ഹാലൂസിനേഷൻ വഴി ഈ ചിന്തകൾ ഒരു ദൃശ്യരൂപമായി അവർക്ക് അനുഭവപ്പെട്ടതാകാം. അക്കാലത്ത് വെറും സംശയത്തിൻ്റെ പേരിൽ ഒരു കേസ് പുനരന്വേഷിക്കാൻ പ്രയാസമായിരുന്നു. അതിനാൽ ദൈവീകമായ ഇടപെടൽ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ കഥ അവതരിപ്പിച്ചത് സമൂഹത്തിൻ്റെയും കോടതിയുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിച്ചു. സത്യത്തിൽ ആ അമ്മയുടെ നിശ്ചിതമായ നിരീക്ഷണ ബുദ്ധിയാണ് പ്രേതമായി വന്ന് മൊഴി നൽകിയത് എന്ന് ശാസ്ത്രം കരുതുന്നു.